പൊളിക്കും ഞാൻ. സംവിധാനം ചെയ്തിട്ട് ഞാൻ പൊളിക്കുന്നു. പിന്നെ അഭിനയിച്ച ഞാൻ തകർത്തുകൾ ഇവിടെ. അപ്പൊ അതിനൊക്കെ പറഞ്ഞില്ല വേണ്ടായിരുന്നു. അപ്പൊ അതിനൊരു മെസ്സേജ് കൊടുത്തേ കേട്ടോ. എന്റെ കണ്ണും ഭയങ്കര കണ്ണതാ. ഇപ്പം ഇറങ്ങി കണ്ടിറങ്ങി വരുന്ന അതേ ഫീൽ തന്നെയായിരുന്നു. അങ്ങനെ ഭയങ്കര സന്തോഷം. എനിക്ക് പറയാൻ അറിയുന്നില്ല ഇതിൽ കൂടുതൽ എങ്ങനെയാ വേർഡ്സ് കൊണ്ട് എക്സ്പ്രസ് ചെയ്യുന്നതെന്ന് എനിക്ക് അറിയുന്നില്ല. ഭയങ്കര നന്നായിട്ടുണ്ട്. താങ്ക് യു. ഞാൻ ആസ്വദിച്ചു. ഞാൻ നല്ലോണം ആസ്വദിച്ചു. ഞാൻ അത്യാവശ്യം ടെൻഷനായിട്ടാണ് വന്നത് ഇത് എങ്ങനെയാവും എന്നുള്ളത്. കാരണം ഞാൻ ഇത് കണ്ടില്ല, റിലീസിന് മുന്നേ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്ന് ഓഡിയൻസിനും കൂടെ എല്ലാവരും കൂടി ഇരുന്ന് കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം. ഞാൻ പറഞ്ഞു ഇറങ്ങുമ്പോൾ ഒരു ചെലവായിരുന്നൊക്കെ പറഞ്ഞു, കാണാൻ പോണെന്നൊക്കെ പറഞ്ഞു. ഇനി ഇന്ന് പോയി വിളിക്കണം. നോക്കണം, എല്ലാരും കൂടി പോവാൻ നോക്കണം. എല്ലാരും നല്ല പറയുന്നത്. ഇതിനു മുന്നേ ഇന്റർവ്യൂ ഒക്കെ ചെയ്യുമ്പോ നല്ലതെന്ന് പറഞ്ഞു. അടിപൊളി എന്ന് പറഞ്ഞു. നല്ല പടം എന്ന് പറഞ്ഞു. ആദ്യമായിട്ടില്ല, അപ്പൊ നല്ല പടം എന്ന് പറഞ്ഞു. മറ്റേ ഡയറക്ടറായിട്ട് സംസാരിക്കുമ്പോ കരച്ചിൽ വന്നു. മറ്റേ രാജേഷേട്ടനും വന്നു. എല്ലാരും പോയി കാണണം. എൻ്റെ അമ്മയുടെ ആദ്യത്തെ നായികയായിട്ട് അഭിനയിക്കുന്ന സിനിമയാണ്. നല്ല അടിപൊളി സിനിമ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല സിനിമ. ചേട്ടൻ കണ്ടോ? എന്തായാലും ഇഷ്ടപ്പെടും. ഓക്കെ. കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമായി. അത്രയുള്ളൂ. ഇല്ല, അതാണ് ഭയങ്കരമായിട്ട് പറയാൻ പറ്റുന്നില്ല. എനിക്ക് കരഞ്ഞു പോകും ഞാൻ. നല്ല പടം. സൂപ്പർ കോമഡി തന്നെ അവിടെ ഇപ്പം ആൾക്കാർ വരുന്നതാണ്. നല്ല തമാശ വെച്ചാൽ നല്ല സിറ്റുവേഷൻ കോമഡിയാണ്. അല്ലാതെ കോമഡിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ തമാശയല്ല. ഒരു സിറ്റുവേഷൻ കോമഡികളാണ്. അതുപോലെ ഓരോ കഥാപാത്രങ്ങൾ, ചെറിയ കഥാപാത്രങ്ങൾ, കൂടുതലെടുത്ത് നാടക നടന്മാരാണ് അഭിനയിച്ചേക്കുന്നത്. നടികളൊക്കെ വളരെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഓരോ കഥാപാത്രങ്ങളും നമ്മൾ അവരുടെ സീനൊക്കെ നമ്മൾ നോക്കിയിരുന്നു. നല്ല ക്രൗഡൊക്കെ ചെയ്യുന്നതിൽ ഈ സംവിധായകൻ വളരെ സ്കില്ല് ഉപയോഗിച്ചിട്ടുണ്ട്. സാധാരണഗതിയിൽ നമ്മൾ ക്രൗഡൊക്കെ വെച്ച് കഴിഞ്ഞാൽ പ്രധാന നടന്മാരെ കാണിച്ചുകൊണ്ട് ബാക്കിയുള്ളവരൊക്കെ നേരിലായിട്ടേ കാണിക്കുകയുള്ളൂ. പക്ഷേ ഇതല്ല. ഓരോ പുറകിൽ നിൽക്കുന്ന നടന്മാരെ പോലും വളരെ ഭംഗിയായിട്ട് അവരുടെ മുഖം കാണുന്ന രീതിയിലൊക്കെ വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ പ്രൊഡ്യൂസർക്കും സംവിധായകനും ഒരു നല്ല ഒരു ഇത് കൊടുക്കണം. പിന്നെ ഇതിനകത്ത് അഭിനയത്തിന് സുധീഷും പിന്നെ രാജേഷ് മാധവ് നടൻ മലയാളത്തിൽ കിട്ടുന്ന നാഗേഷാന്ന് പറയാം. മലയാളത്തിൽ വരാൻ പോകുന്ന നാഗേഷിൻ്റെ ഇതാണ്. നല്ല ആക്ടിങ് ടാലൻ്റ് ഉണ്ട്. സുധീഷിനെ കുറിച്ച് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. നല്ല നടനാണെന്നറിയാം. പിന്നെ അതിനകത്ത് നടികളായിട്ട് വന്നേക്കുന്ന, അതായത് സുധീഷ്, ഈ രാജേഷ് മാധവൻ്റെ പെങ്ങളായിട്ട് അഭിനയിച്ച ആ കുട്ടി നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നായികയും കൊള്ളാം. വേറെ ആരും മോശമല്ല. ഞാൻ പറയില്ല, അത് ഞാൻ പറയില്ല. ഇതിനകത്തൊരു കാവ്യമുണ്ട്. അത് രഹസ്യമാണ്. അത് നിങ്ങൾ കണ്ട് തന്നെ മനസ്സിലാക്കുക. അത് ആരാണെന്ന് നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക. ഞാനത് പറയില്ല. ഫാമിലിയായിട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നന്നായിട്ട് എൻജോയ് ചെയ്ത് കാണാവുന്ന ഒരു പടമാണ്. തീർച്ചയായിട്ടും നിങ്ങൾ പൈസ കൊടുത്ത് ആ പൈസ ഒരു കാരണവശാലും മുടക്ക് വരില്ല. വളരെ നന്നായിട്ട് ഒരുപാട് ഒരു നാടിൻ്റെ പയ്യന്നൂർ എന്ന ഗ്രാമത്തിൽ നടക്കുന്ന ഒരു നാടകം എന്ന് പറഞ്ഞാൽ നാടിനകം നാടകം മരിച്ചിട്ടില്ല. ഒരു കലാകാരൻ്റെ മനസ്സിലുള്ള നാടകം ഇന്നല്ലെങ്കിൽ നാളെ പുറത്തു വരും. വളരെ നല്ലൊരു സിനിമയാണ്. അങ്ങനെയല്ല, ഞാൻ ഈ സിനിമയുടെ പ്രൊഡക്ഷൻ കൺട്രോളായിരുന്നു. പിന്നെ അതിലുപരി ഒരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്. വളരെ നല്ലൊരു സിനിമ. നിങ്ങളെല്ലാവരും കാണുക. നല്ല വ്യത്യസ്തം. എന്തോ അതെ, കോമ്പൊക്കെ സൂപ്പർ. രാജേഷ് മാധവ് അടിപൊളി തന്നെയാണ്, ഒരു സംശയമില്ല. എന്താ പറയുക, രതീഷ് പുതുവാൾ എന്ന് പറഞ്ഞൊരു സൂപ്പറായിട്ടുള്ളൊരു ക്രാഫ്റ്റുള്ളൊരു ഡയറക്ടറായാൽ രാജേഷ് മാധവിനെ പോലെ എന്താ പറയുക, ഒരു പൊട്ടൻഷ്യലുള്ളൊരു ആക്ടറെ കിട്ടിയപ്പോൾ ഒരു ഉഗ്രം മാജിക് തന്നെയാണ്. ഒരു വ്യത്യസ്തമായ ട്രീറ്റ്മെൻറ്റും അടിപൊളി. അല്ല, ഇത് വേറൊരു മൂഡാണ്. ഇത് ടോട്ടലി ഡിഫറെൻറ്റ് മൂഡാണ് പടം. എന്നാത്താൻ കേസ് കൂടെ എന്നാലും ഇതും രണ്ടും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇത് മറ്റൊരു മൂഡാണ്. നന്നായിട്ടുണ്ട്. നല്ല പടം. സൂപ്പർ കോമഡി അതെ.
എല്ലാരും കാണണം, ശരിക്കും എൻജോയ് ചെയ്തു. ഭയങ്കര സൂപ്പർ എന്റർടൈനർ ആണ്. കൂടുതൽ പറയുന്നില്ല, എല്ലാരും കാണണം. എന്താ പിന്നെ അല്ലാണ്ട് ഞാൻ കുറെ ചിരിച്ചു. അത് ഞാൻ എനിക്ക് കണ്ടപ്പോഴും എനിക്ക് തോന്നി നന്നായിട്ട്. ഞങ്ങള് കോംബോ മാത്രമല്ല, എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. രതീഷ് ചേട്ടൻ അതിൻ്റെ അയ്യോ ആ എന്താ പറയുക, അതിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ അറിയുന്നില്ലല്ലോ ഇങ്ങനെയാണെന്ന്. ഭയങ്കരമായിട്ട് വലിയൊരു എക്സ്പീരിയൻസ് ആയി, തിയേറ്റർ എക്സ്പീരിയൻസ്. ഇല്ല ഒന്നും ഉണ്ടായിരുന്നില്ല. അതിന് ശേഷം കുറച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ട് രതീഷ് ചേട്ടൻ പറഞ്ഞത് ഇങ്ങനെ അപ്പോഴും ഇതായിരുന്നു എന്ന് പറഞ്ഞിട്ടില്ലായിരുന്നില്ല. അമ്മ ഇപ്പം ഇറങ്ങി കണ്ടിറങ്ങി വരുന്ന അതേ ഫീൽ തന്നെയായിരുന്നു. അങ്ങനെ ഭയങ്കര സന്തോഷം. എനിക്ക് പറയാൻ അറിയുന്നില്ല ഇതിൽ കൂടുതൽ എങ്ങനെയാണ് വേർഡ്സ് കൊണ്ട് എക്സ്പ്രസ് ചെയ്യുന്നതെന്ന് എനിക്ക് അറിയുന്നില്ല. ഭയങ്കര നന്നായിട്ടുണ്ട്. ഐ മീൻ എന്താണോ ആൾ ഉദ്ദേശിച്ചതെന്നുള്ള ഇതൊക്കെ കാണാനുണ്ട്. ഞാൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഒത്തിരി സന്തോഷം എന്നെ അങ്ങനെ കാണാൻ പറ്റിയതിൽ. തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു ക്യാരക്ടറായിരുന്നു. കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നി? കമ്പാരിസൺ അത് നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ ഒപ്പീനിയനാണ് പറയേണ്ടത്. താങ്ക് യു. നല്ല പടം, അടിപൊളിയായിട്ടുണ്ട്. നല്ല രതീഷ് പൊതുവാളിനെ നോർമൽ മൂവീസ് പോലെ തന്നെ ഒരു പൊളിറ്റിക്സും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിന് കമ്പയർ ചെയ്യേണ്ടതൊന്നുമില്ല. നല്ല പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിരിക്കണം. ഇപ്പോഴത്തെ ഒരു പൊളിറ്റിക്കൽ സിനാരിയോ ഒക്കെ നന്നായിട്ട് അറിയാവുന്നവർക്ക് നന്നായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നന്നായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ ശരണ്യയുടെ പെർഫോമൻസ് ആയാലും പെർഫോമൻസ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. ഈവൻ മ്യൂസിക് എല്ലാം അടിപൊളിയായിട്ടുണ്ട്. ഇവര് ഓൾറെഡി അവർ നല്ലൊരു റാപ്പും ഉണ്ട്, അടിപൊളിയാണ്. നന്നായിട്ട് തന്നെ അവരുടെ പെർഫോമൻസുകളൊക്കെ രസമുണ്ട്. ചിരിക്കാനുള്ള നല്ല കുറേ മൊമെന്റ്സ് ഉണ്ട്. മീൻസ് അത്യാവശ്യം. പക്ഷെ അതാ ഞാൻ പറഞ്ഞത്, ഇപ്പോഴത്തെ ഒരു പൊളിറ്റിക്കൽ സിനാരിയും കൂടെ അറിയുന്നവർക്ക് കുറച്ചും കൂടെ കണക്ട് ചെയ്യാൻ പറ്റും. ഞാൻ നായകനായിട്ടോ? പ്രേക്ഷകർക്കോ? നിന്നോടാണ് ഞാൻ നായകനായിട്ടൊരു സിനിമ പ്രതീക്ഷിക്കണം. അതെ പിന്നെ ഇപ്പൊ ഞാൻ തന്നെ ചെയ്യേണ്ടി വരും അത്.